ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇപ്പോൾ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച് വെച്ചിട്ട് 2 മിനിറ്റ് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് സവാളയും എല്ലാ കാര്യങ്ങളൊന്നും റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോപ്പറിലാണ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ എരിവിനനുസരിച്ചൊക്കെ യൂസ് ചെയ്യാം. അതൊന്നും ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ ഞാനിതിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ടൈമിൽ നമ്മുടെ സോയാബീൻ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും, കാരണം നല്ല ചൂടുവെള്ളത്തിലാണ് ഇട്ട് കൊടുത്താറുന്നത്. അപ്പോൾ വെള്ളം ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കോരി തണുത്ത വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കും. നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. നല്ല കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ദേ ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ദേ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദേ ഞാൻ എല്ലാവരും ദേ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് പൊട്ടാറ്റയാണ്. പൊട്ടാറ്റോ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അധികം അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വരുന്ന രീതി വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതേ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചോപ്പറിലാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തത്. നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് സോയാ ചങ്ക്സ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച പൊട്ടാറ്റയാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് സർക്കിളായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഓവലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലാക്കാം. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാവരും ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ദേ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ 2 പീസ് ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമലായിട്ട് നമ്മൾ കട്ട്ലേറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ നമ്മൾ ഷേപ്പാക്കി വെച്ചേന്ന് എടുത്തിട്ട് മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കി എടുത്ത് കലക്കുക.
അതിന് ശേഷം മുട്ടയ്ക്ക് പകരം നിങ്ങൾ അതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. നല്ല എയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ അടച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സോയ ചങ്ക്സ് വെച്ചിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്